കോൺഗ്രസ് ആണെങ്കിലും RSS ആണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന രേവന്തിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കേരളത്തിൻ്റെ ചരിത്രം വേണ്ട, വിട്ടേക്ക്. ആന്ധ്രയുടെ ചരിത്രമെങ്കിലും പഠിക്കണം. രാജ്യസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടി ടിക്കറ്റിലുമൊക്കെ കൊള്ള നടത്തുന്ന കോൺഗ്രസിൻ്റെ കൈകളിലാണോ കേരളത്തെ ഏൽപ്പിക്കേണ്ടത്? ദുരന്തത്തിൽ അസ്തമിച്ച ഓരോ ജീവനും വില പറഞ്ഞ് പണം കൊള്ള ചെയ്തവരെയാണോ ഭാവി കേരളത്തിൻ്റെ സ്വപ്നങ്ങൾ ഏൽപ്പിക്കേണ്ടത്? നമസ്കാരം. കേരളത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള ജനവിധിയാണ് നാളെ. പ്രചരണ കാലാവധി ഹ്രസ്വമായിരുന്നെങ്കിലും ഇത്രത്തോളം വീറും വാശിയും കണ്ട തിരഞ്ഞെടുപ്പ് എൻ്റെ അനുഭവത്തിലില്ല. 10 വർഷം അധികാരമില്ലാതിരുന്ന വിഭ്രാന്തിയിൽ സമനില വിട്ടാണ് പ്രതിപക്ഷം പെരുമാറിയത്. സ്വാഭാവികം. ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇവരെയൊക്കെ അണിനിരത്തി പെരുങ്കള്ളങ്ങളും പ്രകോപനങ്ങളുമാണ് കോൺഗ്രസ് അഴിച്ചുവിട്ടത്. തെലങ്കാനയുടെ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിൽ വന്ന് നമ്മൾ വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത രാജ്യത്തെ ഏറ്റവും സീനിയർ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ ശ്രീ പിണറായി വിജയനെ നീ പോ മോനെ വിജയ എന്ന് വിളിച്ചത് ഓരോ മലയാളിയുടെയും ആത്മാഭിമാനത്തിന് നേരെയുള്ള ആക്രമണമാണ്. പ്രസംഗത്തിൽ പലതവണ ആവർത്തിച്ചത് കൂടാതെ സ്വന്തം ലെറ്റർ ഹെഡിൽ ബോൾഡിൽ അത് എഴുതി വെക്കുകയും ചെയ്തു. കോൺഗ്രസ് ആണെങ്കിലും RSS ആണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന രേവന്തിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കേരളത്തിൻ്റെ ചരിത്രം വേണ്ട, വിട്ടേക്ക്. ആന്ധ്രയുടെ ചരിത്രമെങ്കിലും പഠിക്കണം. 1982 അന്നത്തെ AICC ജനറൽ സെക്രട്ടറി രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകനെന്ന നിലയ്ക്ക്, പ്രധാനമന്ത്രിയുടെ മകനെന്ന നിലയ്ക്ക് സർവാധികാരത്തോടെ ഹൈദരാബാദിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി അഞ്ജയ്യെ പരസ്യമായി അപമാനിച്ചത് ഓർമ്മിക്കുക. തെലുങ്കൻ്റെ ആത്മാഭിമാനത്തെയാണ് അത് വ്രണപ്പെടുത്തിയത്. കോൺഗ്രസ് തകർന്നടിഞ്ഞ് തെലുഗു വാരി ആത്മഗൗരവം എന്ന മുദ്രാവാക്യമുയർത്തി NT രാമറാവു മൃഗീയ ഭൂരിപക്ഷത്തിൽ ആന്ധ്രയിൽ ഭരണത്തിലേറിയത് രേവന്ത് റെഡ്ഡി ഈ വേളയിൽ സ്മരിക്കുന്നത് നല്ലതായിരിക്കും. പച്ചക്കള്ളം പ്രചരിപ്പിച്ചും സ്വന്തം സംസ്ഥാനത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാതെ മലയാളിയുടെ നെഞ്ചത്ത് കയറാൻ ഇയാൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഫിൽമി ഡയലോഗുകൾ എഴുതിക്കൊടുത്ത കോൺഗ്രസ് നേതാക്കളുടെ വിവരക്കേടിന് വലിയ വില ഇവർ നൽകേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചപ്പോൾ രേവന്തിനെ എന്ത് വിളിക്കണമെന്ന് പറയാതെ ഒരു ഡാഷ് മാത്രമാണ് ഇട്ടത്. അത് പല രൂപത്തിലും ഭാവത്തിലും വിശദീകരിക്കാൻ മലയാളിക്ക് ഇന്ന് കഴിയും. 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്താനായിരുന്നു പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടിയിരുന്നത്. ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഡീലും വീലുമൊക്കെയായി കളവുകൾ നിരത്തിയത്. BJPക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത നേതാക്കളെ സംഭാവന ചെയ്ത, രാജ്യസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടി ടിക്കറ്റിലുമൊക്കെ കൊള്ള നടത്തുന്ന കോൺഗ്രസിൻ്റെ കൈകളിലാണോ കേരളത്തെ ഏൽപ്പിക്കേണ്ടത്? ദുരന്തത്തിൽ അസ്തമിച്ച ഓരോ ജീവനും വില പറഞ്ഞ് പണം കൊള്ള ചെയ്തവരെയാണോ ഭാവി കേരളത്തിൻ്റെ സ്വപ്നങ്ങൾ ഏൽപ്പിക്കേണ്ടത്? ഈ വേളയിൽ ഓരോ വോട്ടറും ചിന്തിക്കേണ്ടത് ഇത് മാത്രമാണ്.